അധ്യായം 4, 12 മുതൽ 17 വരെയും 23 മുതൽ 25 വരെയുമുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസറത്ത് വിട്ട് സെബലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബലൂൺ, നഫ്താലി പ്രദേശങ്ങൾ, വിജാതിയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവന്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും, വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും, പിശാചുബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവന്റെ അടുത്തു കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഗലീലി, ദക്കാപോളിസ്, ജെറുസലേം, യൂദയ, ജോർദാന്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു. സുവിശേഷ വിചിന്തനം. യേശുവിന്റെ ജനനത്തോടെ വിജാതിയരും അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്നവരുമായ ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു എന്ന് യേശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് മത്തായി സുവിശേഷകൻ വ്യക്തമാക്കുന്നു. പ്രകാശം സ്വർഗരാജ്യത്തിന്റെ സാന്നിധ്യമാകയാൽ സകലരെയും യേശു മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നു. പ്രകാശത്തിന്റെ പ്രവൃത്തികളായ സൗഖ്യവും പൈശാചിക വിടുതലും നൽകുന്നു. യേശുവിന്റെ വരവോടെ 2 തരം ആത്മാക്കൾ നമ്മുടെ ഇടയിലും ലോകത്തും സജീവമാണെന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം ഓർമ്മിപ്പിക്കുന്നു. 1. ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് അഥവാ സത്യത്തിന്റെ ആത്മാവ്. 2. അന്തിക്രിസ്തുവിന്റെ ആത്മാവ് അഥവാ അസത്യത്തിന്റെ ആത്മാവ്. ദൈവത്തിൽ നിന്നുള്ള ആത്മാവാൽ നയിക്കപ്പെടുന്നവർ യേശുവിന്റെ മനുഷ്യാവതാരം ഏറ്റുപറയുകയും യേശുവിനെ അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു.